ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത്. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഇതൊരു റംബുട്ടാനാണ്. ഈ റംബുട്ടാൻ കഴിഞ്ഞ വർഷം പൂവിട്ടായിരുന്നു. അത് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡ്രമ്മിനകത്താണ്. ഇവിടെ നമുക്ക് സ്ഥലം വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ടയറായിരുന്നു. അതിനകത്ത് പീച്ച് കളറിലുള്ളൊരു ചെത്തിയാണ് നിൽക്കുന്നത്. പൂവൊക്കെ ഇട്ടതാണ്. പിന്നെ ഇത് നമ്മൾ മണ്ണ് ശേഖരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ പെയിൻറ്റ് ബക്കറ്റിനകത്തൊരു ചാമ്പ കായ്ച്ചതാണ്. പിന്നെ ഇതൊരു പേരയാണ്. ഇത് ഞാൻ ലെയർ ചെയ്തെടുത്ത പേരയാണ്. പിന്നെ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു ചാമ്പയും റംബുട്ടാനും കൂടെ ഒരു കുഴി നിൽക്കുന്നത്. ഇതാണ് ചാമ്പ. റംബുട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലാണ്. അതുപോലെ ഇതൊരു പേരയാണ്. ഞാൻ ലെയർ ചെയ്തെടുത്തൊരു തൈയാണ്. വേണ്ട കാ പിടിച്ച് നിൽപ്പുണ്ട്. നിറയെ കായുണ്ട്. ഇവിടെ പൂവിട്ടിട്ടുണ്ട്. ഇത് വേറെ കായ. അങ്ങനെ ഇലയൊന്നുമില്ല. ഇനി ഇതൊരു പേരയാണ്. ചട്ടിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു പ്ലാവ്. ചക്കയുണ്ട്. ഇതുപോലെ കുറച്ച് ചക്കകളൊക്കെ അഴുക്കായി പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ചെടി, യുജീനിയ പ്ലാന്റ്. കണ്ടോ, ഇങ്ങനെ ചെടി നിറച്ച് പൂവിട്ട് നിൽക്കുക. കണ്ടോ, മുകളിലൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. 10 മണി ചെടി. അപ്പം ഇതെല്ലാം അത്യാവശ്യം. ഇതൊരു മാവാണ്. നാംഡോക്മൈ എന്ന് പറയുന്നൊരു മാവാണ്. ഇത് വേറൊരു പ്ലാവ്. ചക്കയുണ്ട്. കുറേ ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ കുറേയൊക്കെ പറിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൻ ചക്ക, കുഞ്ഞൻ പ്ലാവ്. അതുകൊണ്ട് ചെറിയ പ്ലാവ. കണ്ടോ, ചക്കകൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ചെറിയ പ്ലാവ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പ്ലാവാണ്. ഈ പ്ലാവ്, ഇതിൻ്റെ ഇല കണ്ടോ, വ്യത്യാസം കണ്ടോ. ഇത് കുരുവില്ലാത്ത ചക്കയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 4 വർഷം കഴിയുമ്പോഴേ കായ്ക്കത്തുള്ളൂ. കുഞ്ഞ ഇലകളാണ്. പിന്നെ ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. നിറച്ച് മുളകുണ്ട്. ഈ പ്ലാവിൻ്റെ ചുവട്ടിലാണ് വെച്ചേക്കുന്നത്. നിറയെ മുളകുകൾ പിടിച്ച് കിടപ്പുണ്ട്. ഇതാണ് കുറ്റിക്കുരുമുളക്. പിന്നെ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചാണ് പ്ലാവുകൾ വെച്ചേക്കുന്നത്. ഫ്രണ്ടിൽ നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ അടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. ഇതൊരു പ്ലാവാണ്. പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു മാവും കൂടെ നട്ടിട്ടുണ്ട്. ഒരു കുഴി 2 പേരാണ് നിൽക്കുന്നത്. ഇതൊരു കുഞ്ഞു പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ പേര് മറ്റേ നമ്മുടെ J33 എന്ന് പറയുന്ന ഒരു പ്ലാവാണ്. അത് തൈയാണ്. ഇത്ര ആയതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ചാക്കിനകത്ത് ചേമ്പ് വെച്ചിട്ടുണ്ട്. എല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. നമ്മൾ അന്ന് കാണിച്ചിരുന്നല്ലോ, നമ്മുടെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പേരയാണ്. ഞാനിങ്ങനെ ലെയർ ചെയ്ത് വെച്ചേക്കും. ഇതുണ്ടോ, ഇതിനാണ് എയർ ലെയറിങ് എന്ന് പറയുന്ന ഇതാണ്. ഇവിടുന്ന് ലെയർ ചെയ്ത് വെച്ച് ഇത് പൊട്ടിക്കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, മൊത്തത്തിൽ പൊട്ടിക്കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞൻ ചാമ്പ. ഈ ചാമ്പയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നിറയെ എല്ലാ വർഷവും നിറച്ച് പൂട്ട് കായ ഉണ്ടാകുന്ന. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായ പൂവെല്ലാം കാ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പഴുത്തിട്ടൊന്നുമില്ല. എന്നാലും നമുക്കൊരെണ്ണം പറിക്കാം. അല്ലെങ്കിൽ കിളികൾ നമുക്ക് തരത്തില്ല. ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. ഒരെണ്ണം നമുക്ക് പൊട്ടിക്കാം. അയ്യോ, ഇപ്പം വെള്ളം ഒഴിച്ചാണ്. പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കഴുകിയതാണ്. നമുക്കൊന്ന് തിന്ന് നോക്കാം. ഇതിനകത്ത് കുരുവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാണിച്ചു തരാം. ഇതാണ്
സീഡ്ലെസ് കണ്ടോ, കുരുവില്ല. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല മധുരമുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇതാണ്. ഇനി നമ്മുടെ വേറൊരു പ്ലാവ്. ഇത് ചെറിയൊരു പാത്രത്തിനകത്ത് ഇഞ്ചി വെച്ചേക്കുന്ന അല്ലോ. ഈ പ്ലാവ് ചോട്ടിന്നേ ചക്കയുണ്ട്. ഉണ്ടോ? ചക്കക്കൂട്ടങ്ങൾ ഒരു ഇതേന്ന് വന്നേക്കുന്നതാണ് ഇത്രയും ചക്ക. എത്രണ്ണം ഉണ്ട്? 2, 4, 6, 1, 7. ഇതേന്ന് ഒരു ചക്ക ഞാൻ പറിച്ചായിരുന്നു. 7, 1, 8 ചക്കയുണ്ട്. മുകളിലോട്ട് ചക്കയുണ്ട്. വിളഞ്ഞോന്നൊക്കെ നോക്കിയതാണ്, വിളഞ്ഞിട്ടില്ല. പിന്നെ ഇതെൻ്റെ സീഡ്ലെസ് ലെമണ. ഇപ്പോൾ കായില്ല, നിറച്ച് കായ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ വേറൊരു പേരയാണ്. ഇതുണ്ടോ? അത് ഞാൻ ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പേരേന്ന് ഉണ്ടാക്കിയെടുത്ത പേരകളാണ് മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നത്. ഇനി ഇതൊരു ചാമ്പയാണ്. എല്ലാം ചട്ടിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇഞ്ചി. പറിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഞ്ചി വെച്ചേക്കുന്നത് ചാക്കിനകത്താണ്, പക്ഷേ ഒരു പേരയുടെ ഒരു ഇതിനകത്താണ് നിൽക്കുന്നത്. ഇതും ഒരു പേര. ഇത് ഞാൻ ലെയർ ചെയ്തെടുത്ത പേരയാണ്. ഇത് പൂവിട്ടിട്ടുണ്ടായിരുന്നു, മുട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? ഇത് കണ്ടോ, ഒരു മുട്ട നിൽക്കുന്നത് ഉണ്ട്. അങ്ങനെ ഇതെൻ്റെ കറിവേപ്പ്. ഉണ്ടോ? കറിവേപ്പാണ് നിൽക്കുന്നത്. ഒരെണ്ണം ആ ചട്ടിക്കകത്ത് നിൽക്കുന്നത് ഒരു കറിവേപ്പ്. അത് വേറൊരു സൈസ് കറിവേപ്പ്. ഇതിങ്ങനെ ഇത് നമുക്കിങ്ങനെ നിർത്താൻ പറ്റത്തുള്ളൂ, ഇപ്പോൾ സ്ഥലമില്ല. പിന്നെ ചേമ്പ് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, വലിയതായിട്ട് നിൽക്കുവാ ചേമ്പ്. ഉണ്ടോ? എല്ലാം നമ്മുടെ കണ്ടോ വീടിൻ്റെ സൈഡിലാണ് സംഭവം ഇരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ചേന കുഴിച്ചു വെച്ചേക്കുന്ന ചേനയുടെ പാത്രം അത്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെയൊക്കെ ഓരോ തൈകളൊക്കെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു റംബുട്ടാൻ്റെ കടയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് റംബുട്ടാനാണ് നിൽക്കുന്നത്. കണ്ടോ, ഇത് ഈ വർഷം കായ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഇത് മഞ്ഞ കളറിലുള്ള റംബുട്ടാനാണ്. ഇത് നിൽക്കുന്നത് ഈ ഡ്രമ്മിനകത്താണ്. അതിൻ്റെ കാട് പിടിക്കാതിരിക്കാനും അതിന് തണുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ചെടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പച്ചമുളകൊക്കെ ഇതിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, എല്ലാം പറിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ ചീര. എന്തുവാണ് ചീരയുടെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ചീര ഇത് തോരൻ വെക്കാൻ നല്ലതാണ്, പച്ചച്ചീര. പിന്നെ ഇവിടെ ഒരു ചട്ടിക്കകത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് മുളക് പാകി വെച്ചിരുന്നത് പറിച്ചില്ല. ഇനി ഇവിടെ റംബുട്ടാനുണ്ട്. ഇതൊരു മാവാണ്. കണ്ടോ, ഇതൊരു മാവിൻ്റെ കടയായി കാണുന്നത്. കണ്ടോ, ഒരു മാവ്. പിന്നെ ഇതിനകത്ത് ഒരു ചട്ടി, വലിയൊരു ഡ്രമ്മുണ്ട്. ആ ഡ്രമ്മിനകത്ത് ഒരു ചാമ്പ നിൽപ്പുണ്ട്, ഒരു പേരയും നിൽപ്പുണ്ട്. പിന്നെ ഇതൊരു നാരകമാണ്. ഇതുണ്ടോ, ഇങ്ങനൊരു നാരകം. പിന്നെ ആ ചീര നമ്മൾ ഇതുണ്ടോ, ഒടിച്ചു കുത്തിയാലും കിളുക്കുന്ന ചീര. ഇത് കണ്ടോ, ഒടിച്ചു കുത്തി ഞാൻ നട്ടേക്കുന്നതാണ് ഇത് കാണുന്നത്. ഉണ്ടോ, നല്ല തളിര് വന്ന് നിൽപ്പുണ്ട്, കൂമ്പ്. പിന്നെ ഇതെൻ്റെ ഒരു കറിവേപ്പാണ്. ഇതേ കറിവേപ്പ് മരം. ഇതുണ്ടോ, അത്യാവശ്യം വലിയൊരു മരം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതെൻ്റെ കിണറാണ്. കിണറിൻ്റെ മുറ്റത്താണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം.